ചൂട് ഇത്രയേറെയുള്ള സമയമാണ്. ഇഴജന്തുക്കളുടെ ആക്രമണവും അതുമായി ബന്ധപ്പെട്ട മരണങ്ങളും ഒക്കെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എത്രമേൽ പരിതാപകരമാണ്. ഒരുപക്ഷെ നമ്മളുടേത് പരിമിതമായ സാഹചര്യമായിരിക്കും. എന്നിരുന്നാൽ പോലും പരമാവധി ശ്രദ്ധ വെച്ച് പുലർത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഏറെ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇനി അഥവാ അത്തരത്തിൽ പാമ്പ് കടിച്ചൊരു അപകടം ഉണ്ടായാൽ ആ മുറിവ് സോപ്പിട്ട് കഴുകാനോ മുറിവിന് മുകളിൽ തുണി മുറുക്കി കെട്ടാനോ പാടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ളത്. മുറിവേറ്റ ഭാഗം അനക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയാണ് വേണ്ടത്. ശരീരത്തിൽ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ആന്റിവെനം നൽകാൻ കഴിയുകയുള്ളൂ. ആശുപത്രികളിൽ ആന്റിവെനത്തിന് ക്ഷാമമുണ്ട് എന്ന വാർത്ത തെറ്റാണ് എന്ന് ഡോക്ടർ പ്രവീൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഈ ക്രേറ്റ് പോലുള്ള പാമ്പുകൾ, അതായത് വെള്ളിക്കെട്ടൻ എന്ന് പറയുന്നതൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച ഭാഗത്തുള്ള പാടുകളോ ചിലപ്പം മുറിവോ ഒന്നും തന്നെ കാണത്തില്ല. നമ്മുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷമാണ്. അപ്പം പലപ്പോഴും ഇത് ശ്വാസം കിട്ടാതാകുന്ന ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പം നമ്മുടെ ഈ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന വിഷം നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് തന്നെ ഈ പേഷ്യന്റിനെ റീഅഷ്യൂർ ചെയ്യുക അല്ലെങ്കിൽ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് വലുതായിട്ട് കൂടുകയും അത് കാരണം രക്തഓട്ടം കൂടും. രക്തഓട്ടം കൂടുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഈ വിഷം പെട്ടെന്ന് ശരീരത്തിൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളെ സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. അവിടുന്ന് സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ഈ പലപ്പോഴും സോപ്പിട്ടൊക്കെ ഉരച്ച് കഴുകുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും ഈ വിഷം അവിടുന്ന് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കടിയേറ്റ ഭാഗം ഒട്ടും അനക്കം തട്ടാതെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ തടിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ കടിയേറ്റ ഭാഗം അനക്കാതെ രണ്ട് സൈഡിലായിട്ട് കെട്ടിവെക്കാം. മുറുക്കി കെട്ടുക അല്ലെങ്കിൽ കടിയേറ്റ ഭാഗത്തിന് മുകളിൽ ഒരു ടൂർണിക്ക മുറുക്കി കെട്ടുക അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ആ ഏരിയയിലുള്ള രക്തഓട്ടം കുറയുകയും ആ ഒരു കടിയേറ്റ ഭാഗത്തിന് പിന്നീട് ചിലപ്പോൾ മുറിച്ച് കളയേണ്ട രീതിയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്.